AK വ്ലോഗ്സിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്നത് സെന്റ് മേരീസ് ഗേൾസ് ഹൈസ്കൂളിലാണ്. ഇന്നിവിടെ ക്രിസ്മസ് പ്രോഗ്രാമാണ്. നിങ്ങൾക്കറിയാമല്ലോ, സെന്റ് മേരീസ് ഗേൾസ് ഹൈസ്കൂളിൽ നിന്നാണ് ഞാൻ റിട്ടയർ ആയി പോയത്. എൻ്റെ കുടുംബ വീടാണ് സെന്റ് മേരീസ്. അപ്പൊ ഇവിടെ എന്ത് ആഘോഷം ഉണ്ടെങ്കിലും ഞാനിവിടെ വന്നിരിക്കും. അപ്പൊ എന്നെ പ്രത്യേകം ക്ഷണിച്ചു ഇന്ന്. അപ്പൊ വന്ന് ക്രിസ്മസ് പ്രോഗ്രാം വീഡിയോ എടുക്കാൻ വേണ്ടിയാണ് ഇന്ന് വന്നിരിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം.
ഒരർത്ഥമാണ്. നമ്മുടെ മനസ്സിൽ ഉണ്ണി പിറക്കണമെങ്കിൽ നമ്മുടെ മനസ്സ് ശാന്തിയുടെയും സമാധാനത്തിന്റെയും അതുപോലെ തന്നെ ഉണ്ണിക്കാൻ പാകമുള്ള വിശുദ്ധമായ ഒരു സ്ഥലമായിരിക്കും. വിശുദ്ധി നിറഞ്ഞ ഒരു അന്തരീക്ഷത്തിലെ ഉണ്ണി പിറക്കുകയുള്ളൂ. അപ്പോൾ നിങ്ങളുടെ ഓരോരുത്തരുടെയും മനം വിശുദ്ധമായി തീരട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. അങ്ങനെ വിശുദ്ധമായ മനത്തിൽ ഉണ്ണി പിറക്കാൻ ഇടയാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. എല്ലാവർക്കും എല്ലാ ക്രിസ്മസ് മംഗളങ്ങളും നേരുന്നു. ടീച്ചർ പറഞ്ഞതുപോലെ ലോകം മുഴുവനും സന്തോഷവും സമാധാനവും സ്നേഹവും എല്ലാം നിറഞ്ഞു നിൽക്കുന്ന കാലമാണ് ക്രിസ്മസ്. നമ്മളെ സംബന്ധിച്ച് ടീച്ചർ പറഞ്ഞതുപോലെ സെന്റ് മേരീസിനെ സംബന്ധിച്ചിടത്തോളം ക്രിസ്മസ് കാലവും ക്രിസ്മസ് ആഘോഷവും എല്ലാം ഒരു വരമാണ്. ക്രിസ്മസിൽ ഡിസംബർ 1-ാം തീയതി മുതൽ ആത്മീയമായ ഒരുക്കങ്ങൾ ഇവിടുത്തെ കുട്ടികളും ടീച്ചേഴ്സും നടത്തുന്ന ഒരു പതിവുണ്ട്. ചില സുഹൃത്തുക്കൾ അഭ്യസിച്ചുകൊണ്ട് ചില ദുശീലങ്ങൾ ഉപേക്ഷിച്ചുകൊണ്ട് പരിശുദ്ധനായ ഉണ്ണിയെ എതിരേൽക്കുന്നതിന് ഒരുങ്ങുന്നു. പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, നിങ്ങളുടെ ഒരുക്കം തീർച്ചയായിട്ടും വളരെ ഭംഗിയായി നടന്നുകൊണ്ടിരിക്കുകയാണെന്ന് എനിക്കറിയാം. കാലിത്തൊഴുത്തില് പാവപ്പെട്ട ആട്ടിടയന്മാരുടെ സാന്നിധ്യത്തില് മിണ്ടാപ്രാണികളായ പശുക്കളുടെയും മൃഗങ്ങളുടെയും എല്ലാം മധ്യത്തില് വളരെ വിനീതനായി പിറന്ന ഒരു ദൈവത്തിന്റെ കഥയാണ് ക്രിസ്മസ്. ഭൂമിയിലെ മനുഷ്യർക്ക് പരസ്പരം സമാധാനം കൈമാറുവാനുള്ള സമയമാണ് ക്രിസ്മസ് കാലം. നമുക്ക് ആ ദൗത്യം ഏറ്റെടുക്കാം. നമ്മുടെ സ്നേഹത്തിലൂടെ സാന്നിധ്യത്തിലൂടെ മറ്റുള്ളവർക്ക് സമാധാനം കൊടുക്കുവാനായിട്ട് സാധിക്കട്ടെ എന്ന് ഈ അവസരത്തിൽ ഞാൻ ഏറ്റവും സ്നേഹപൂർവ്വം ആശംസിക്കുകയാണ്. അങ്ങനെ സെന്റ് മേരീസ് സ്കൂളിലെ ക്രിസ്മസ് ആഘോഷം തകൃതിയായി നടക്കുകയാണ്. തിരുക്കുടുംബ മത്സരമാണ് ഇപ്പോൾ കാണുന്നത്. ഔസേപ്പിതാവും മാതാവും ആയിട്ട് ഒരുങ്ങി വരുന്ന പിള്ളേരെ കാണാൻ തന്നെ എന്തൊരു രസം. ഉണ്ണീശോയും എല്ലാം ഉണ്ട്. ചിലരുടെ കൂടെ മാലാഖമാരും കുറച്ചു പേരുടെ കൂടെ ആട്ടിടയന്മാരും ഒക്കെ ഉണ്ട്. 5 മുതൽ 10 വരെയുള്ള ക്ലാസ്സിലെ കുട്ടികൾ ഇതിൽ പങ്കെടുക്കുന്നുണ്ട് ഈ തിരുക്കുടുംബ മത്സരത്തിൽ. ഇതെല്ലാം കണ്ടു കഴിഞ്ഞപ്പോഴേ എനിക്ക് പഴയ ഒരു ഓർമ്മ, 2018 ഞാൻ സർവീസിലുണ്ടായിരുന്നപ്പോഴുള്ള ആ ഒരു മധുരകരമായ ക്രിസ്മസിൻ്റെ ഓർമ്മകൾ എൻ്റെ മനസ്സിലൂടെ ഇങ്ങനെ മിന്നി മറയുകയാണ്. എൻ്റെ ജീവിത കാലഘട്ടത്തിലെ ഒരു സുവർണ കാലഘട്ടമായിരുന്നു അതെന്ന് വേണേൽ പറയാം. അതുപോലെ അടിപൊളിയായിരുന്നു. നസ്രാണി മങ്ക മത്സരം എന്ന് പറയുന്നത് ലോക പ്രശസ്തമായിട്ടിരിക്കുകയാണ്. ഇപ്പോഴും ക്രിസ്മസ് ആകുമ്പോഴത്തേന് ആ വീഡിയോ നമ്മുടെ അടുത്തോട്ട് വരുന്നുണ്ട്. ഓരോ ആളുകൾ അയച്ചു തരും, ഇത് സെന്റ് മേരീസ് സ്കൂളിലെ കുട്ടികളുടെ അല്ലേ എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പം നമുക്ക് ഭയങ്കര അഭിമാനം തോന്നുന്നുണ്ട്, സന്തോഷവും. അങ്ങനെ മത്സരത്തിൽ പങ്കെടുത്തവർ എല്ലാം ഒന്നിച്ചു കൂടി ഒരു ഫോട്ടോഷൂട്ട് നടത്തി. ഇനി രണ്ടാമതുള്ളത് പാപ്പാമാരുടെ മത്സരമാണ്. അതും ഓരോ ക്ലാസ്സിനും ഓരോ പാപ്പ വെച്ചാണ്. ക്രിസ്മസ് പാപ്പ ആയിട്ട് ഒരുങ്ങി റെഡിയായിട്ട് നിൽക്കുന്ന മിടുമിടുക്കരായ പെൺപിള്ളേര്, ആൺപിള്ളേരെ കടത്തി വെട്ടുന്ന അടിപൊളി പെർഫോമൻസ് ആയിരുന്നു അവരുടേത്. മത്സരത്തിന് ശേഷം പാപ്പാമാരെല്ലാം കൂടെ ഒന്നിച്ചു കൂടി നല്ല ഒരു ഡാൻസ് പെർഫോമൻസും ഉണ്ടായിരുന്നു.
കുട്ടികളുടെ കരോൾ ഗാനമാണ് പിന്നീടുള്ളത്. അത് മത്സരമായിട്ടില്ലായിരുന്നു. സ്കൂളിലെ എച്ചം അടക്കം എല്ലാ അധ്യാപകരും ചേർന്നുള്ള കരോൾ ഗാനം സൂപ്പർ, ഭയങ്കര അടിപൊളി. കണ്ണോട് കണ്ണായി കാണാമേ പുണ്യാഹം പോലെന്നുള്ളിൽ കാത്തിടാം എന്നും ക്രിസ്മസിനാനന്ദം പൂത്തിങ്കളാം നിന്റെ കരലിൻ്റെ ഇരുൾ മാറ്റി ഉണർവേകിടും എന്നും ക്രിസ്മസിനാനന്ദം പൂത്തിങ്കളാം നിന്റെ കരലിൻ്റെ ഇരുൾ മാറ്റി ഉണർവേകിടും. സ്ഥിരം കരോൾ ഗാനമായ കണ്ണും കണ്ണും കാത്തിരുന്നു എന്ന ഗാനം കുഞ്ഞോമനകൾ പാടുന്നത് കേൾക്കാൻ എന്തൊരു രസമായിരുന്നു. ക്രിസ്മസ് ആഘോഷം ഇതിൻ്റെ അവസാന ഘട്ടത്തിലാണ്. ഇനി 10 മിനിറ്റ് കലാശക്കൊട്ടാണ്. എല്ലാ കുട്ടികളും ഗ്രൗണ്ടിൽ ഇറങ്ങി വന്ന് അടിപൊളി ഡാൻസ് ആയിരുന്നു. അത് അവരുടെ ആ സ്റ്റെപ്പുകളൊക്കെ കണ്ടാൽ എന്നാ രസമാണ്.
और धनी सलाम के साथ। സെന്റ് മേരീസിന്റെ ക്രിസ്മസ് ആഘോഷം കഴിഞ്ഞിരിക്കുകയാണ്. കുട്ടികളെല്ലാം നല്ല അടിപൊളിയായിരുന്നു. എല്ലാ കേക്ക് മുറിയും കരോൾ ഗാനങ്ങള് ടീച്ചേഴ്സ് ആണെങ്കിലും എല്ലാം നല്ല രസമായിരുന്നു കേട്ടോ. പഴയ ഓർമ്മകള് നമുക്ക് അയവിറക്കാൻ പറ്റും. അപ്പൊ എല്ലാവർക്കും ക്രിസ്മസിന്റെയും പുതുവത്സരത്തിന്റെയും AK വ്ളോഗ്സിന്റെ എല്ലാവിധ ആശംസകളും. സബ്സ്ക്രൈബ് ചെയ്യാത്തവര് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പൊ നമുക്ക് അടുത്ത വീഡിയോ കാണാം. ബൈ.